സംസ്ഥാന സെക്രട്ടറി CPIയുടെ ബിനോയ് വിശ്വത്തിനെതിരായ പരാമർശത്തിൽ CPIയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. കമല സദാനന്ദനും KM ദിനകരനും താക്കീത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെതാണ് തീരുമാനം. ഇരു നേതാക്കളുടെയും മാപ്പപേക്ഷ പരിഗണിച്ചാണ് നടപടി താക്കീതിൽ ഒതുക്കിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. മനീഷ്, ശരിക്കും താക്കീതിൽ ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാമോ? CPIയിൽ സാധാരണ രീതിയിൽ താക്കീത് നടപടി അടുത്ത ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇവരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ മെമ്പർഷിപ്പ് പ്രാഥമികമായ അംഗത്വം പോലും നീക്കുന്ന നടപടി മുൻകാലങ്ങളിലടക്കം CPIയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ആരോപണ വിധേയർ ഈ ശബ്ദരേഖ പുറത്തു വന്ന ഘട്ടം മുതൽ ഇവർ ആദ്യം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് ഫോൺ വിളിച്ച് മാപ്പ് അപേക്ഷ നൽകിയിരുന്നു. അദ്ദേഹത്തോട് മാപ്പ് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടി അത് ഗൗരവത്തോടുകൂടി കണ്ടു. ഇങ്ങനൊരു ശബ്ദരേഖ പുറത്തു വന്നു. അതും CPIയുടെ മണ്ഡല സമ്മേളനങ്ങളെ തന്നെ പുരോഗമിച്ച് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ രീതിയിൽ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസാരിക്കുന്ന ഒരു വിവാദ ശബ്ദരേഖ പുറത്തു വന്നതിനെ ഗൗരവത്തിൽ കാണുകയും ഇത് സംബന്ധിച്ച് വിശദീകരണം തേടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഇവർ ഇത് കുറ്റം സമ്മതിച്ചുകൊണ്ട് മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കാതെ പാർട്ടിക്കകത്തുള്ള മറ്റ് വിഷയങ്ങളെപ്പറ്റി ഊന്നൽ നൽകാതെ തങ്ങൾക്ക് പറ്റിയ കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷ പാർട്ടിക്ക് നൽകിയിരുന്നു. ഈ വിശദീകരണം സംബന്ധിച്ചുള്ള കാര്യമാണ് ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തത്. നേരത്തെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത് വിവാദ വിഷയമാക്കേണ്ട, ഇതൊരു ചർച്ചയാക്കേണ്ട, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഇത് ചർച്ചയ്ക്കെടുത്താൽ മതി എന്ന് നേരത്തെ തന്നെ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഇവർ പുറത്ത് വന്ന ശബ്ദരേഖ അതീവ ഗുരുതരമായിട്ടുള്ളതാണ്. കാരണം സംസ്ഥാന സമ്മേളനം അടക്കം ഈ 2-3 മാസത്തിനടക്കം ആലപ്പുഴയിൽ ഉണ്ടാകാനിരിക്കെയാണ് സംസ്ഥാന സെക്രട്ടറി പുണ്യാളനാകാൻ ശ്രമിക്കുന്നു. അദ്ദേഹം നാണം കെട്ട് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ലാത്ത സംസ്ഥാന സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തിൻ്റെ സഹോദരി അടക്കം പാർട്ടി കാര്യങ്ങൾ ഇടപെടുന്നു. ബിനോയ് വിശ്വത്തോട് താല്പര്യമില്ല തുടങ്ങിയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിവാദ പരാമർശം അടങ്ങിയ ശബ്ദരേഖ ഇത് എങ്ങനെ പുറത്തു വന്നു അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു താക്കീതിൽ മാത്രം ഒതുക്കുന്നില്ല. ഇത് സംബന്ധിച്ച് ആരാണ് ഇവർ തമ്മിലുള്ള ശബ്ദരേഖ, അതായത് ഇവരെ ഫോണിൽ സംസാരിക്കുന്നതല്ല, ഇരുവരെ നേരിട്ട് സംസാരിക്കുന്നത് മറ്റൊരാൾ റെക്കോർഡ് ചെയ്തതാണോ അതല്ലെങ്കിൽ ഇവർ തന്നെ ഇവരുടെ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റിൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് ഈ രീതിയിൽ സമ്മേളന കാലയളവിൽ തന്നെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകാനുള്ള കാരണം CPI പരിശോധിക്കുന്നുണ്ട്. സാധാരണ ഘട്ടത്തിലൊക്കെ CPIയുടെ സമ്മേളന കാലയളവിൽ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് പതിവാണ്. പക്ഷേ ഇത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ കോപ്പ് കൂട്ടിക്കൊണ്ട് ഒരു വിഭാഗം പാളയത്തിലെ പട എന്ന രീതിയിൽ സംസ്ഥാന സെക്രട്ടറിക്കുള്ള നീക്കം ആദ്യഘട്ടത്തിലെ മണ്ഡല സമ്മേളനങ്ങളിൽ തന്നെ തുടങ്ങിയോ എന്നത് സംശയമാണ്. എന്താണെങ്കിലും CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നയിക്കുന്ന മണ്ഡല സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിക്കുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. ഇതിനിടയിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെയും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനെതിരെയും ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുന്നത്. പാർട്ടി ഗുരുതരമായി കണ്ടു തന്നെയാണ് ഇവർക്ക് നിലവിൽ താക്കീത് നൽകുന്നത്. താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.